ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. അപ്പം ഇന്ന് നമ്മുടെ വ്ളോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല. കുറച്ച് നേരം സംസാരിക്കാമെന്ന് വിചാരിച്ചു. കാര്യം ഇന്നിവിടെ കറണ്ട് ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ വേറെ വീഡിയോ ഒന്നും എടുത്തില്ല. ഞാൻ വേറെ എന്തൊക്കെയോ ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്യണം എന്നൊക്കെ ഒരു പ്ലാനിലേക്ക് ഇരിക്കുകയായിരുന്നു. സോ ഈ വീഡിയോ താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി. എൻ്റെ ഒരു പ്രഗ്നൻസി ജേർണി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അതാണ് കേട്ടോ കണ്ടൻറ്റ്. ഇന്ന് ഇതിപ്പം മാർച്ച് 30, അതായത് മാർച്ച് 13 എനിക്ക് 8 മാസം ഇന്ന് സ്റ്റാർട്ടായിട്ടുണ്ട്. സോ അതിൻ്റെ ഒരു ജേർണി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ചെയ്തിരിക്കുന്ന കുട്ടി വീഡിയോ ആണ്. ഡെയിലി വ്ളോഗ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എനിക്ക് സ്ഥിരമായിട്ട് കമൻറ്റ് ചെയ്യാറുണ്ട്. സോ അതുകൊണ്ടിട്ടാണ് എന്നെ മറന്നു പോകണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് എടുക്കുന്ന വീഡിയോ കേട്ടോ. അതുകൊണ്ട് പ്രത്യേകിച്ച് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നയോ കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ടോ അങ്ങനെയൊന്നുമില്ല. എൻ്റെ കുറച്ച് ഹാപ്പിനെസ്, പിന്നെ എൻ്റെ ഈ ഒരു പ്രഗ്നൻസി ജേർണിയിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചുകൊണ്ടിട്ട് എടുക്കുന്നൊരു വീഡിയോ അത്രേ ഉള്ളൂ കേട്ടോ. സോ ഞാൻ പറഞ്ഞ കാണണം എന്ന് താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി. എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. സോ അങ്ങനെയുള്ളവർക്ക് കണ്ടാൽ മതി കേട്ടോ. പ്രത്യേകിച്ച് ഇതിനകത്തൊന്നും ഇല്ലാത്തതുകൊണ്ടിട്ട് ഞാൻ എടുത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം ഞാൻ എന്താ പറഞ്ഞത്, വീട്ടിൽ കറണ്ട് ഇല്ലായിരുന്നു. നമ്മുടെ ഇവിടെയൊക്കെ പണി നടക്കുന്നുണ്ട്. എന്തോ ലൈൻ, പഴയ ലൈൻ മാറ്റിയിട്ട് പുതിയ ലൈൻ ഇടുന്നു, അങ്ങനെ എന്തോ ആണ്. ഇപ്പോൾ 2-3 ദിവസം കൊണ്ടിട്ട് അങ്ങനെ തന്നെയാണ്. രാവിലെ ഒരു ദിവസം രാവിലെ 9 മണിയായപ്പോൾ കറണ്ട് പോയിട്ട് ഉച്ചയ്ക്ക് 12 മണിയായപ്പോഴത്തേന് വന്നിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ കണ്ടീഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് രാവിലെ 8:45 കറണ്ട് പോയിട്ട് 6 മണിയായപ്പോഴാണ് വന്നത്. അതുകൊണ്ടിട്ടാണ് ഈ സന്ധ്യ സമയത്ത് എടുക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് തോന്നുന്നത് ഇങ്ങനെ ഈ സൈഡിലോട്ട് ഇരുന്നിട്ട് വീഡിയോ എടുക്കുന്നത്. ഒരു വട്ടം എടുത്തിട്ടുണ്ട്. എൻ്റെ ഡെലിവറി കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഒരു വട്ടം ഞാൻ ഗോഗു ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. പോട്ടെ. അപ്പം നമ്മുടെ ടോപ്പിക്ക്, അപ്പം ഇന്ന് മാർച്ച് 13 എനിക്ക് പിള്ളേരുടെ ബഹളമൊക്കെ കേൾക്കാം. പിള്ളേരുള്ള വീട്ടിൽ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അറിയാമല്ലോ. ഞാൻ അതുകൊണ്ടിട്ട് അകത്ത് പിള്ളേർ ബഹളമാക്കുമെന്ന് ചോദിച്ചിട്ട് ഞാൻ അകത്തു നിന്ന് ഇറങ്ങി പുറത്ത് വന്നിട്ട് കഥ കുറ്റിയിട്ടിട്ട് പുറത്തിരിക്കുകയാണ്. എന്നാലും ബഹളം കേൾക്കാട്ടോ. ജിത്തുമോൻ സ്കൂൾ വിട്ട് വന്നിട്ടേ ഉള്ളൂ. ഇനിയിപ്പോൾ പിള്ളേരുമായിട്ടുള്ള അംഗമാണ്. അതുകൊണ്ടിട്ട് എന്തായാലും 3 കൂടി ഇവിടെ അലമ്പായിരിക്കും. അപ്പോൾ ഇന്ന് 13 ആയപ്പോഴത്തേന് എനിക്ക് 8 മാസം തുടങ്ങി. എനിക്ക് സത്യത്തിൽ മന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയില്ലായിരുന്നു. എൻ്റെ ഡോക്ടറാണ് കേട്ടോ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. എനിക്ക് ലാസ്റ്റ് LMP വന്നിട്ടുണ്ടായിരുന്നത്, അതായത് ലാസ്റ്റ് പീരീഡ്സ് ആയിട്ടുണ്ടായിരുന്നത് ഓഗസ്റ്റ് 13 സോ ഓഗസ്റ്റ് 13 തൊട്ടിട്ട് സെപ്റ്റംബർ 13 ആകുമ്പോഴത്തേന് 1 മന്ത് അങ്ങനെയാണല്ലോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാറുള്ളത്. പലരും പല രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട്. ചിലർ സെപ്റ്റംബർ തൊട്ടിട്ട് ഒക്ടോബർ നമുക്ക് ലാസ്റ്റ് പീരീഡ്സ് ആയത് കൂട്ടാണ്ടിട്ട് സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ അങ്ങനെ കൂട്ടുന്നവരുണ്ട്. പലരും പല രീതിയിലാണ് കൗണ്ട് ചെയ്യാറുള്ളത്. അത് കറക്റ്റായിട്ട് കൗണ്ട് ചെയ്ത് പറഞ്ഞു തരാമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എൻ്റെ ഡോക്ടർ പറഞ്ഞു തന്നിട്ടുള്ളത് ഇങ്ങനെയാണ്. ഓഗസ്റ്റിലായപ്പോൾ ഓഗസ്റ്റ് തൊട്ടിട്ട് സെപ്റ്റംബർ വരെ ആകുമ്പോൾ സെപ്റ്റംബർ ആകുമ്പോഴത്തേനും 1 മന്ത്, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ 8 സ്റ്റാർട്ടായി. അതായത് 8 തികയുമല്ല, 8 തുടങ്ങി 7 തികഞ്ഞ് 8 തുടങ്ങുന്നു. അങ്ങനെയാണ് കേട്ടോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമ്മൾ വയറ്റുംകാലൊക്കെ നടത്തുമ്പോൾ ഈ 7 തുടങ്ങി തികയുന്നതിന് മുന്നേ, അതായത് 8 തികയുന്നതിന് മുന്നേ വേണം വയറ്റുപൊങ്കാല നടത്താൻ. അതായത് 7-ാം മാസം കൂട്ടിക്കൊണ്ട് പോകുന്ന ചടങ്ങുണ്ടല്ലോ, അങ്ങനെ. നമ്മുടെ ഇവിടെയൊക്കെ വയറ്റുപൊങ്കാലയുടെ എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ 7 സ്റ്റാർട്ടായിട്ടുള്ള ഫസ്റ്റ് ഞായറാഴ്ച, അല്ലാന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഞായറാഴ്ച എന്നാണ് കണക്കാക്കുന്നത്. പക്ഷെ ഇപ്പോൾ പലരും പല രീതിയിൽ വളകാപ്പ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പല രീതിയിലാണ് എടുക്കാറുള്ളത്. നമുക്കിവിടെ അത് വയറ്റുപൊങ്കാല എന്ന് പറഞ്ഞിട്ട് ചടങ്ങാണ് കേട്ടോ. വെളുപ്പാങ്കാലത്ത് വയറ്റുപൊങ്കാല ജാനിമോള് വരെ വെളുപ്പാങ്കാലത്ത് വയറ്റുപൊങ്കാലൊക്കെ ഇട്ടതിന് ശേഷമാണ് പെണ്ണിൻ്റെ അമ്മ വന്നിട്ടാണ് വയറ്റുപൊങ്കാല ഇടിയിക്കുന്നത്. എനിക്ക് എൻ്റെ 2 കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ 2 ടൈമിലും ദുബായിലായിരുന്നു. കാശി ബേബീൻ്റെ ടൈമിലായാലും കുഞ്ഞു ബേബീൻ്റെ ടൈമിലായാലും ഞാൻ ദുബായിലായിരുന്നു. സോ അവിടെ രണ്ടാമത്തേൽ നമുക്ക് വയറ്റുപൊങ്കാല ഇടൂല കേട്ടോ. ഇവിടെയൊക്കെ അങ്ങനെയാണ്. രണ്ടാമത്തെ അങ്ങനെ ഫംഗ്ഷനായിട്ട് നടത്തും, അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. രണ്ടാമത്തെ കുഞ്ഞിൻ്റെ നൂലുകെട്ടും അങ്ങനെ തന്നെയാണ്. ഭയങ്കര ഫംഗ്ഷനോ കാര്യങ്ങളോ ആയിട്ടൊന്നും നടത്തത്തൊന്നുമില്ല. നോർമലി അച്ഛനും അമ്മയും കൂടി ഇരുന്നിട്ട് കുഞ്ഞിന് നൂല് കെട്ടി ഞാൻ വെച്ച് മിന്നലാണെന്ന് പോസ്റ്റിൽ ലൈറ്റ് ഇട്ടതാ. എൻ്റെമ്മ എന്തോ ഇപ്പം വരാം, കാശിക്കുട്ട് ഇപ്പം വരാം മമ്മി. അപ്പോൾ രണ്ടാമത്തെ അങ്ങനെയാണ്, വീട്ടുകാർ മാത്രം നിന്നിട്ട് ചിരട്ടെ. കാശിയുടെ സമയത്ത് ഞാൻ അധികം ആരെയും വിളിച്ചിട്ടുണ്ടായിരുന്നില്ല.
നാളെ അധികം ആരെയും വിളിച്ചിട്ടുണ്ടായിരുന്നില്ല, കുറച്ച് പേര്, അതും ഏറ്റവും അടുത്ത റിലേറ്റീവ്സും അങ്ങനെ കുറച്ച് പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഈ ടൈം അതേ കണക്ക് തന്നെ, ഈ ടൈമിൽ അന്നത്തെ കണ്ടീഷൻ പോലെ നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ ഇതിനെന്താ പറയുക, എൻ്റെ 8 മാസത്തെ ആ ഒരു ജേർണി പറയാമെന്ന് പറഞ്ഞിട്ടാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്തത്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞു, എല്ലാം കൂടി മിക്സപ്പ് ആക്കി പറയാം കേട്ടോ. എൻ്റെ പ്രഗ്നൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പേര്, ഒരു കുട്ടി എനിക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ആ കുട്ടിയുടെ കാര്യം എനിക്ക് അറിയത്തില്ല. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതെനിക്ക് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഫസ്റ്റ് കാർഡ് മേടിച്ച് നോക്കുന്ന ടൈമിൽ എനിക്ക് നെഗറ്റീവ് കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 2 വീക്സ് കഴിയുമ്പോൾ സെയിം കാർഡിൽ എനിക്ക് പോസിറ്റീവ് കാണിച്ചു. അതുകൊണ്ടിട്ടൊരു ഡൗട്ട് തോന്നിയിട്ട് പിന്നെ ഒരു കാർഡ് മേടിച്ച് നോക്കുകയാണ് ചെയ്തത്. എനിക്ക് ഓഗസ്റ്റ് 13-ാം തീയതി, അതായത് കാശി ബേബീൻ്റെ ബർത്ത്ഡേയുടെ അന്നാണ് എനിക്ക് ലാസ്റ്റ് പീരീഡ്സ് ആവുന്നത്. എനിക്ക് പിന്നെ സെപ്റ്റംബർ പീരീഡ്സ് ആയിട്ടുണ്ടായിരുന്നില്ല, ഒക്ടോബറിലാണ് ഞാൻ കാർഡ് മേടിച്ച് നോക്കുന്നത്. ഒക്ടോബറിൽ നോക്കിയപ്പോഴാണ് ഈ കാർഡിൽ നെഗറ്റീവ് കാണിച്ചിട്ടുണ്ട്. 2 മാസമായിട്ട് നെഗറ്റീവാണ് കാണിച്ചത്. ചിലർ പറയും 1 മന്ത് ആവുന്നതിന് മുന്നേ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാർഡിൽ നെഗറ്റീവ് കാണിക്കാം, അത് കണ്ടിട്ടൊരു 10 ഡേയ്സ് കഴിഞ്ഞതിന് ശേഷം ഒന്നുകൂടെ ചെക്ക് ചെയ്യാം. അപ്പോൾ ആ മോള് ഇത് വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരികയാണ്. ഇപ്പം നമ്മൾ ഫസ്റ്റ് ടൈമിൽ ഇതാണെങ്കിൽ കാർഡ് മേടിച്ച് നോക്കി അപ്പം നെഗറ്റീവ് കാണിക്കുകയാണെങ്കിൽ ഭയങ്കര വിഷമമൊന്നും ആവണ്ട. ദൈവം സഹായിച്ച് കുഞ്ഞുമാവ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 10 ഡേയ്സ് കൂടെ കഴിഞ്ഞിട്ടും പീരീഡ്സ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു വട്ടം കാർഡ് മേടിച്ച് നോക്കുക, അന്നേരം അറിയാൻ പറ്റും. ചിലർക്ക് കാർഡിൽ അറിയാൻ പറ്റില്ല. കാർഡിൽ അറിയാൻ പറ്റാത്തതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്യൂബൽ പ്രഗ്നൻസി ആണെന്നുണ്ടെങ്കിൽ കാർഡിൽ അറിയത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസി അങ്ങനെയായിരുന്നു കേട്ടോ. ആദ്യത്തെ, അതായത് കാശി ബേബിക്ക് മുന്നേ ഒരു വട്ടം പ്രഗ്നൻ്റ് ആയിട്ടുണ്ടായിരുന്നു. അന്നേരം ഇതേപോലെ എനിക്ക് കാർഡ് നോക്കിയപ്പം കാർഡിൽ നെഗറ്റീവ് തന്നെയായിരുന്നു. ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് പോസിറ്റീവാണ് എന്നറിയുന്നത്. സെയിം കേസ് തന്നെയാണ് എൻ്റെ മൂന്നാമത്തെ പ്രഗ്നൻസി. 3 ബേബീസ് ഇല്ല, 2 ബേബീസേ ഉള്ളൂ. പക്ഷേ 2 വരുന്നു. ഒരു മിനിറ്റ്, ഇന്ന് മറ്റേ ആറ്റുകാൽ പൊങ്കാലയല്ലായിരുന്നോ? അപ്പോൾ ഇവിടെയൊക്കെ ഉള്ള വീട്ടിലെല്ലാം പൊങ്കാലയിടും. ഇവിടെ ഒരുവിധം എല്ലാ വീടുകളിലും വീട്ടിൽ തന്നെ പൊങ്കാലയിടും. പോയിടത്തില്ല, അമ്പലത്തിൽ പോയി തൊഴും, പക്ഷെ ഇടുന്നത് വീട്ടിൽ തന്നെ പൊങ്കാലയിടുന്നത്. ഞാൻ ഒരുക്കി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് പലവും കിട്ടിയിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇടാൻ പറ്റും, പിന്നെ ഇടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, അപ്പോൾ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. രണ്ടാമത്തെ പ്രാവശ്യം 2020 ലാസ്റ്റ് പൊങ്കാലയിടുന്നത്. ലാസ്റ്റ് അല്ല, ആദ്യത്തെ അവസാനത്തെ പൊങ്കാല 2020 21 2021 ഇടുന്നത് അല്ലേ? തന്നെ 21 ഇടുന്നത്. പിന്നെ അതിൻ്റെ പിറ്റേ വർഷം ഇടാൻ പറ്റിയോ? ഇല്ല, ഇടാൻ പറ്റിയില്ല. കല്യാണം കഴിഞ്ഞ് ഗോകുൻ്റെ അവിടെയായിരുന്നു, എറണാകുളത്തായിരുന്നു. അപ്പോൾ ഫ്ലാറ്റിലായിരുന്നു, അന്നേരം ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. വരുന്ന സിറ്റുവേഷനും കാര്യങ്ങളൊന്നും അല്ലായിരുന്നു. പിന്നെ അതിൻ്റെ പിറ്റേ വർഷം ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു. സോ വീട്ടിൽ ചേച്ചി ശരണ്യേച്ചി പൊങ്കാല ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കൂടെ ഇരുന്നു. എനിക്ക് ഇടാൻ പറ്റില്ലായിരുന്നു, എനിക്ക് 7 കഴിഞ്ഞുകൊണ്ടിട്ട് എനിക്ക് ഇടാൻ പറ്റത്തില്ലായിരുന്നു. 7 കഴിഞ്ഞില്ല, പക്ഷെ എനിക്ക് ഇടാൻ പറ്റിയില്ല. പിറ്റേ വർഷം കാശി ഉണ്ടായിരുന്നു, കാശിനെ വെച്ചിട്ട് ഇടുന്നത് നടക്കത്തില്ല. ഈ വർഷം അത് കണക്ക് തന്നെ പറ്റത്തില്ല. ഇനിയിപ്പം ദൈവം സഹായിച്ച് വരുന്ന വർഷങ്ങളിലൊക്കെ ഇടാൻ പറ്റട്ടെ. എനിക്ക് പുറ്റ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഫസ്റ്റ് ടൈം കഴിക്കുന്നത് ഇപ്പോൾ വന്ന അമ്മ എന്തില്ല, നമ്മുടെ വീടിനടുത്തുള്ള ഓമനമ്മ എന്ന് പറയുന്ന അമ്മയാണ് കേട്ടോ. ഈ അമ്മയാണ് ഫസ്റ്റ് ടൈം എനിക്ക് പുറ്റ് കൊണ്ടുതരുന്നത്. പണ്ടൊക്കെ ഇത് ആറ്റുകാൽ പുറ്റുണ്ടാക്കുന്ന സാധനം കൊണ്ടുവരുന്നത് ആദ്യമായിട്ട് കഴിക്കുന്നത് ചെറുതിലെ. അന്ന് തൊട്ട് എനിക്ക് ഇഷ്ടമാണ് പുറ്റ്. പായസത്തിൻ്റെ കാര്യം കൂടുതൽ ഇഷ്ടമാണ്. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തുവായിരുന്നു? കാർഡ് നോക്കുമ്പോൾ എൻ്റെ 3ാമത്തെ പ്രഗ്നൻസിയാണ്, ബട്ട് 2 ബേബീസാണ് ഉള്ളത്. റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തേത് അബോട്ടായി പോയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടിട്ടായിരുന്നു ബ്ലീഡിങ് ആയി. അങ്ങനെയാണ് ആദ്യത്തെ അബോട്ടായിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ കാണിച്ച ഡോക്ടറും കൊള്ളൂലായിരുന്നു, എറണാകുളത്തായിരുന്നു ആ ടൈമിൽ. അതിനുശേഷമായിരുന്നു കാശി ബേബീൻ്റെ പിന്നെ 1 മന്ത് കഴിഞ്ഞപ്പോഴത്തേന് ജസ്റ്റ് വെറുതെ കാർഡ് മേടിച്ച് നോക്കിയാണ് പോസിറ്റീവ് കാണിച്ച്. ഓക്കെ, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർഡ് മേടിച്ച് നോക്കി നെഗറ്റീവായിട്ട് പിന്നെ പോസിറ്റീവ് ആയതാണ് കേട്ടോ. പിന്നെന്താ പറയുക, PCOD ഉണ്ടായിരുന്നു. സോ ഞാൻ PCOD ആണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, പീരീഡ്സ് ആവാത്തത് അതിൻ്റെ ആയിരിക്കും എന്ന് ചോദിച്ചു. എന്നുവെച്ചാൽ ഗോകു നാട്ടിലുണ്ടാകുന്ന ടൈം ആയിട്ട് സ്ഥിരം പുറത്തുനിന്ന് ഫുഡ് കഴിപ്പും ഉറക്കമില്ല, രാത്രിയിൽ ചിലപ്പോൾ കറങ്ങാൻ പോക്ക്, വന്ന് കിടക്കുമ്പോൾ ഒരു സമയമാവും. അപ്പം അതിൻ്റെയൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അതുകൊണ്ടിട്ട് എൻ്റെ പ്രഗ്നൻസിയിൽ 2 മാസം എനിക്ക് മിസ്സായി. സാധാരണ എല്ലാവർക്കും 1 മന്ത് അല്ലേ മിസ്സാവാറുള്ളത്.
1 month ആകുമ്പോഴത്തേനും അറിയാമല്ലോ, എന്തത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് 2 മാസം പോയി, 1 മാസം അങ്ങനെ പോയി. പിന്നെ അങ്ങോട്ട് കൺഫ്യൂഷനായിരുന്നു, ബേബി വേണോ വേണോ എനിക്കല്ല കേട്ടോ, വീട്ടിലുള്ളവർക്ക്. കാശി കുഞ്ഞല്ലേ വേണ്ട എന്നൊക്കെ ഉള്ളത് വെച്ചിട്ടിരിക്കുകയാണ്. ഗോകുവും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, നമുക്ക് ഇപ്പോഴേ കുഞ്ഞ് വേണോ. ആദ്യമൊക്കെ ഗോകുവിന് വേണമെന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് ആ കൊച്ചു പറഞ്ഞു കാശ് കുറച്ചും കൂടെ ആയിട്ട് പോരെന്ന് ചോദിച്ചാൽ അവൻ ഇല്ല എനിക്ക് വേണം അങ്ങനെ പറഞ്ഞിട്ട് നിൽക്കായിരുന്നു ഞാൻ. അമ്മമാരുടെ കാര്യമാണല്ലോ, നമുക്കൊരു എന്താ പറയുക, നമ്മുടെ ലൈഫിലൊരു ഡിസിഷൻ എടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ്. ബാക്കി എല്ലാവരെയും നോക്കാൻ നിന്ന് കഴിഞ്ഞാൽ എല്ലാവരെയും നോക്കിക്കൊണ്ടിരിക്കാൻ നമുക്ക് സമയം കിട്ടത്തുള്ളൂ. നമുക്ക് ഓക്കെ ആണ് എന്ന് തോന്നുന്ന സിറ്റുവേഷനാണ് അല്ലെങ്കിൽ കണ്ടീഷനാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് തന്നെ ഡിസിഷൻ എടുക്കുന്നതായിരിക്കും നല്ലത്. വേറെ ആരെയും നോക്കരുത്, പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രം. അതേ ഞാൻ പറയുന്നുള്ളൂ. കാര്യം ഇതിനപ്പുറത്തേക്ക് വരുന്ന സ്റ്റേജുകളൊക്കെ പലതും നമ്മൾ അനുഭവിക്കാൻ കിടക്കുന്നുണ്ട്. ഉറക്കക്കുറവ്, കുഞ്ഞിനെ നോക്കണം. എൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് 2 പേരുടെ കാര്യം നോക്കണം. എനിക്കിപ്പം അത്യാവശ്യം നല്ല കഷ്ടപ്പാടാണ്. കാര്യം എനിക്ക് ഈ കഴിഞ്ഞ മാസം വരെ ഞാൻ കാശി ബേബീനെ ഫീഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട്, ബിക്കോസ് നമുക്ക് ബ്രസ്റ്റൊക്കെ നല്ല രീതിയിൽ സോഫ്റ്റ് ആവും. ആ ഒരു ടൈമിൽ കുഞ്ഞിനെ ഫീഡ് ചെയ്യുന്ന സമയത്ത് ആദ്യം ഞാൻ എങ്ങനെയാണോ കുഞ്ഞിനെ ഫീഡ് ചെയ്തത് അന്നേരം നമുക്ക് വിണ്ട് കീറുമല്ലോ, അതുപോലെ എനിക്ക് വിണ്ട് കീറുമായിരുന്നു. അപ്പോൾ അതിൻ്റെ വേദന കാര്യങ്ങളെല്ലാം ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ പ്രഗ്നൻസിയുടെ ക്ഷീണം കാര്യങ്ങളെല്ലാം ഉണ്ട്. കുഞ്ഞിനുള്ള ഫുഡ്, കാശിക്കുള്ള ഫുഡും കുഞ്ഞു ബേബിക്കുള്ള ഫുഡും എനിക്കുള്ള ഫുഡും കൂടെ കഴിക്കണം. ഇപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം ഞാൻ വണ്ണം വെച്ചു കേട്ടോ. എനിക്ക് തോന്നുന്നു ഞാൻ ദുബായിൽ പോകുന്നത് എനിക്ക് അത്ര നല്ല രീതിയിൽ വണ്ണം വെച്ചിട്ടുണ്ടായിരുന്നില്ല. ദുബായിൽ പോയതിന് ശേഷമാണ് ഞാൻ വണ്ണം വെച്ചത്. ഫസ്റ്റ് ഞാൻ പ്രഗ്നൻ്റ് ആവുന്ന ടൈമിൽ എനിക്ക് 52 kg ആയിരുന്നു. ഞാൻ ഇവിടുന്ന് ദുബായിൽ പോകുന്ന വരെ എനിക്ക് 55 ആ സംതിങ് 56 അങ്ങനെ 55ഉം അല്ല 56ഉം അല്ല ആ ഒരു രീതിയിൽ നിൽക്കുമായിരുന്നു കേട്ടോ. അവിടെ ചെന്നതിന് ശേഷം 1 month തൊട്ടിട്ട് ഞാൻ 6 കിലോ കൂടി, 5 കിലോ കൂടി. ഞാൻ 61 kg. ഇപ്പോഴത്തെ വെയിറ്റ് കറക്റ്റ് അറിയാൻ വയ്യ. ദേവിയുടെ ബെഡ്റൂമിലിരിക്കുകയാണ്, വെയിറ്റ് നോക്കുന്ന വെയിങ് മെഷീൻ. സോ അതുകൊണ്ടിട്ട് മുകളിലോട്ട് ഞാൻ കാശിയുടെ സമയത്ത് സ്ഥിരം സ്റ്റെയർ കയറി ഇറങ്ങുമായിരുന്നു. അന്ന് ഇവിടെ ഒരു ഡോഗ് ഉണ്ടായിരുന്നു, ബെല്ല എന്ന് പറഞ്ഞിട്ട്. അപ്പം അതിനെ നോക്കുന്നതൊക്കെ ഞാനായിരുന്നു. അതിന് കൊടുത്തു കേട്ടോ. ആരും എന്നോട് തിരക്കാറില്ല, വെല്ലയുടെ കാര്യം ആരും ചോദിക്കാറില്ല. അതിന് കൊടുത്തു. ഞാൻ നാട്ടിൽ കാണില്ല, ഞാൻ പോവുകയാണ്. സോ നോക്കാൻ പറ്റാത്ത കണ്ടീഷനാണ്. വീട്ടിലാർക്കും അങ്ങനെ പട്ടി പൂച്ച അങ്ങനെ ഒന്നും വീട്ടിൽ വല്യമ്മച്ചിക്കൊന്നും ഇഷ്ടമല്ല. സ്മെല്ലാണ്, ഇതാണ്. അതുകൊണ്ടിട്ടാണ് മേലത്തെ നിലയിൽ തന്നെ ഇട്ടിരുന്നത്. താഴത്ത് കൊണ്ടുവരുത്തേയില്ലായിരുന്നു. കൊച്ചുങ്ങളുണ്ട് പൂടെയാവുമെന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ പോയി കഴിഞ്ഞാൽ ഞാൻ ദേവിക്ക് പഠിക്കാൻ പോകണം, ആരും നോക്കാനില്ല. നമ്മളായിട്ട് കഷ്ടപ്പെടുന്നത് ശരിയല്ലല്ലോ. പൈസയ്ക്കൊന്നും അല്ല കേട്ടോ കൊടുത്തത്, ഫ്രീ ആയിട്ട് തന്നെ കൊടുക്കായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ വേറെന്താ പറയാൻ, ഇതൊക്കെ തന്നെയാണ്. പിന്നെ ആവശ്യമുള്ള ക്ഷീണങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കാശിൻ്റെ പുറകെയുള്ള ഓട്ടം. എൻ്റെ കാര്യം നോക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കാശിൻ്റെ കാര്യം നോക്കണം. ഇനി അടുത്ത ആളും കൂടെ വരുമ്പോൾ എന്താവുമെന്ന് എനിക്ക് അറിയത്തില്ല. കാര്യം നമുക്ക് എൻ്റെ കണ്ടീഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അമ്മ നാട്ടിലില്ലല്ലോ. അമ്മ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അമ്മ എല്ലാം കുഞ്ഞിൻ്റെ കാര്യം എനിക്ക് എൻ്റെ ഡെലിവറി ടൈമിൽ കാശിയുടെ ഡെലിവറി ടൈമിൽ അമ്മ നാട്ടിലില്ലായിരുന്നു. പക്ഷേ 28-ന് മുന്നേ അമ്മ നാട്ടിൽ വന്നു. പിന്നെ ഒരു 3 months അമ്മ നാട്ടിലുള്ളതുകൊണ്ടിട്ട് കുഞ്ഞിൻ്റെ കാര്യങ്ങളെല്ലാം അമ്മ തന്നെ നോക്കുമായിരുന്നു. എനിക്ക് വലിയ പ്രശ്നമോ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ കണ്ടീഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കാശിയുടെ കാര്യം എൻ്റെ കാര്യം നോക്കണം, കുഞ്ഞു ബേബീൻ്റെ കാര്യം നോക്കേണ്ടി വരും. അതിൻ്റെയൊക്കെ ടെൻഷൻ ഏതാവും എന്നുള്ള ഓർത്ത് ടെൻഷനുണ്ട്. ഗോകുവിന് വരാൻ പറ്റുമെങ്കിൽ ഗോകു നാട്ടിൽ വരാം. വന്നു കഴിഞ്ഞാൽ കാശിയുടെ കാര്യങ്ങളെല്ലാം അവൻ നോക്കിക്കോളും. കുഞ്ഞിൻ്റെ കാര്യങ്ങളൊന്നും നോക്കാൻ അവനെ അറിയത്തില്ല. പിന്നെ വീട്ടിൽ എല്ലാവരും ഉണ്ട്. എല്ലാവരും ചോദിക്കാറുണ്ട് വീട്ടിൽ ആരൊക്കെയാണുള്ളത്. എൻ്റെ വീട്ടിൽ അമ്മാമ്മയുണ്ട്, വല്യമ്മച്ചിയുണ്ട്. വല്യമ്മച്ചിയുടെ കാര്യം പിന്നെ നോക്കണ്ട. ചേച്ചിയുടെ ഡെലിവറി, ചേച്ചിയുടെ മോന് 1 year ആവാറായി. പക്ഷേ വല്യമ്മച്ചി അങ്ങ് ചേച്ചിയുടെ അടുത്ത് പോകും. അപ്പം എപ്പോഴും ഒന്നും ഇവിടെ കാണില്ല. ഇവിടെ ഇപ്പം ചേട്ടത്തിയും അമ്മാമ്മയും എപ്പോഴും കാണും. എന്നാലും ചേച്ചിക്ക് ഒരു മോളുള്ളൂ, കുഞ്ഞു മോളാണ്. അവൾക്ക് ഇപ്പോൾ 2 വയസ്സേ ആയുള്ളൂ. അതൊക്കെ കൊണ്ടിട്ടുള്ളൊരു പാട് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഞാൻ ചിലപ്പോൾ ആലോചിക്കാറുണ്ട് ദുബായിൽ വെച്ച് തന്നെ ഡെലിവറി നോക്കിയാൽ മതിയായിരുന്നു, അതാകുമ്പോൾ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ലായിരുന്നു, അമ്മ കാര്യങ്ങളൊക്കെ നോക്കാൻ ഉണ്ടാവുമായിരുന്നല്ലോ എന്ന്. പിന്നെ എനിക്ക് ഒന്നാമത്തെ കാര്യം വിസയില്ല അവിടെ. പിന്നെ ഇൻഷുറൻസ് ഇല്ലാത്തവരുടെ നല്ല രീതിയിൽ നല്ല എമൗണ്ട് ആവും. നമ്മളിപ്പോൾ വിസ എടുക്കണമെന്നുണ്ടെങ്കിൽ 1 lakhന് പുറത്ത് ചിലപ്പോൾ ആവാം. കുഞ്ഞിനും കൂടെ വിസ എടുക്കണമല്ലോ കാശിക്ക്.
അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ഹോസ്പിറ്റൽ ചിലവ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതും 1 lakhന് എബോവ് ആവും. ഞാൻ പോയി തിരക്കുമ്പം 10,000 ദിർഹംസിന് കൂടുതലാവും. അതായത് 30,000 13,000 ദിർഹംസിൻ്റെ അടുത്താവും എന്ന് പറഞ്ഞു. 13,000 എന്ന് പറയുമ്പോൾ ഏതാണ്ട് 2.25 ലക്ഷത്തിൻ്റെ അടുത്തൊക്കെ വരുമെന്ന് തോന്നുന്നു. അസ്തറിലാണ് പോയി തിരക്കിയത്. അതുകൊണ്ടിട്ട് പിന്നെ വേണ്ട, എന്തിനാ വെറുതെ. ആ ഒരു എമൗണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് 3 ആൾക്കുള്ള വിസ എടുക്കാൻ പറ്റും. സോ നാട്ടിൽ തന്നെ നോക്കാമെന്ന് വെച്ചു. കുറച്ച് റിസ്ക് എടുത്താലും വേണ്ടിയില്ല, പിന്നെ അങ്ങോട്ട് സമാധാനമായിട്ട് നിൽക്കാമല്ലോ. അതാ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഒരു വീഡിയോ. ഹാപ്പി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെ, എന്നാലും ടെൻഷനുണ്ട്. ഇനി ഒരു 2 മാസം തികച്ചില്ല കുഞ്ഞു ബിബി വരാൻ വേണ്ടിയിട്ട്. അപ്പം ആൾ വരുമ്പോൾ എന്താവും ഏതാവും എന്നൊക്കെ ഓർത്തുള്ള ടെൻഷൻ ഇല്ലാതില്ല. എല്ലാം നല്ല രീതിയിൽ നടക്കും. ആദ്യത്തേത് നല്ല രീതിയിൽ നടന്നിട്ടുണ്ടാവില്ലല്ലോ. പക്ഷെ ആദ്യത്തെ കണ്ടീഷൻ അല്ല ഇപ്പോഴത്തെ എൻ്റെ കണ്ടീഷൻ. അത് ഓർക്കുമ്പോഴേ ഉള്ള വിഷമം. പ്രത്യേകിച്ചൊന്നുമല്ല, കാശുള്ള ഇതാണ് കേട്ടോ. പിന്നെ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ, അതിനെ ഓർക്കുമ്പോഴേ ഉള്ളൊരു ടെൻഷനും ഇല്ലാതെ ഇല്ല. ഗോകു നാട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നം വരില്ല കേട്ടോ. കാര്യം ഗോകു എന്നെ ഞാൻ ഡെലിവറി കഴിഞ്ഞിട്ട് എനിക്കൊരു 10 days കറക്റ്റ് 7 days ആയപ്പോൾ തൊട്ടിട്ട് ഞാൻ വെളിയിലൊക്കെ പോകും കേട്ടോ. ഞാൻ കാറിനകത്ത് കുഞ്ഞിൻ്റെ വാക്സിൻ എടുക്കാനെല്ലാം ഞാൻ തന്നെയാണ് പോയിട്ടുള്ളത്. അന്ന് ഓണത്തിൻ്റെ ടൈമായിരുന്നു. കാശിനെയും കൊണ്ടിട്ട് കുഞ്ഞിനെ 10 ദിവസമുള്ളപ്പോൾ കുഞ്ഞിനെ കൊണ്ടിട്ട് ഞാൻ കൊല്ലത്ത് സിംലയിൽ പോയിട്ടുണ്ട്. എല്ലായിടവും ഒരുവിധം എല്ലായിടവും പോകും. ഗോകുള്ള ടൈമിൽ എല്ലായിടവും പോകുമായിരുന്നു. അതുകൊണ്ടിട്ട് ഈ ഡിപ്രഷൻ ആ ഒരു സ്റ്റേജിലേക്കൊന്നും പോകാതെ പുള്ളിക്കാരനാണ് എന്നെ കൂടുതലും കെയർ ചെയ്ത് നിർത്തിയത്. പക്ഷെ ആൾ പോയപ്പോഴത്തേനും ഞാൻ ഒറ്റപ്പെട്ടാണ് ഭയങ്കര ഞാൻ കരച്ചിലാണ്, കൊച്ചിനോട് ദേഷ്യം, അങ്ങനെയൊക്കെയാണ്. അത് വല്ലാത്ത സ്റ്റേജാണ്. അത് അനുഭവിച്ചവർക്ക് മാത്രമേ മനസ്സിലാവത്തുള്ളൂ. അടുത്ത ആൾ വരുമ്പം അതിൻ്റെയും ഒരു ടെൻഷനുണ്ട്. കാര്യം ഇനി എല്ലാം മാനേജ് ചെയ്യുമ്പോൾ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ ഞാൻ എന്താവും എന്നെനിക്കറിയത്തില്ല. എന്തായാലും നമുക്ക് കണ്ടറിയാം. വരാനുള്ളത് വഴി തങ്ങൂല. പിന്നെ എല്ലാം നമ്മൾ മുന്നിൽ കണ്ടിട്ട് വേണമല്ലോ ഇറങ്ങി പുറപ്പെടുക എല്ലാത്തിനും. ദൈവം അനുഗ്രഹിച്ചെല്ലാം ആവട്ടെ. പിന്നെ എൻ്റെ ബർത്ത്ഡേ മന്തിലാണ് കേട്ടോ എൻ്റെ ഡെലിവറി വന്നിട്ട്. എനിക്ക് May 31 എൻ്റെ ബർത്ത്ഡേ. May 31 എൻ്റെ ബർത്ത്ഡേ വരുന്നത്. എനിക്ക് സ്കാനിങ് പ്രകാരം May 29 അവർ ഇത് മറ്റേ ഡെലിവറി ഡേറ്റ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ പിന്നെ വേറൊരു നമ്പർ കൊടുക്കുമല്ലോ, അതിൻ്റെ അകത്ത് 20th കൊടുത്തിട്ടുള്ളത്. ഞാൻ 20th ഞാൻ പ്രതീക്ഷിക്കുന്നത്. 20th മുന്നേ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അതെന്താകുമെന്ന് കണ്ടറിയണം. പിന്നെന്താ ഇപ്പോൾ പറയാം, 20 കൊടുത്തെങ്കിലും എനിക്കൊരു 10-15 ആ ഒരു ടൈമിലൊക്കെ ഞാൻ ഡെലിവറി പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ ഇടവ മാസമാണ്, മഴയുള്ള മാസമാണ്. എന്താ എല്ലാം കണ്ടറിയാം. അപ്പം ശരി, ഞാൻ പോണ്. ഇനി ഇരുന്ന് സംസാരിക്കാൻ വയ്യ, ഞാൻ കുഴഞ്ഞ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു. ബൈ. ടേക്ക് കെയർ.